السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായ വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ സംഘടനയ്ക്ക് ജീവൻ പകർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകന്മാരുമായിട്ടുള്ളവരെ, സഹോദരന്മാരെ, സഹോദരികളെ, മഗ്‌രിബിന് ശേഷമായിരിക്കും ഊഴം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായി. അതാണ് ഒന്ന് പകച്ചത്. കാരണം ഇനിയും ആശംസയുണ്ട്. പ്രോഗ്രാം അനുസരിച്ച് എൻ്റെ മുന്നിൽ വരേണ്ടത് അബ്ദുൽ ഹമീദ് മദീനിയാണ്. എനിക്ക് തോന്നുന്നത് മഗ്‌രിബിന് മുമ്പ് എൻ്റെ കൊട്ടിക്കലാശം കഴിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഹമീദ് മദീനി നീണ്ട ഒരു പ്രസംഗത്തിന് സമയം ആവശ്യമുള്ള വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ആ നിലയിൽ ഒരു ഓൾട്ടർനേഷൻ എന്ന നിലയിൽ ഇതിനെ കാണുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സംഗമത്തിൽ നിങ്ങളോടൊപ്പം എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാഹ്. നമ്മൾ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് ആ പ്രവർത്തനം ഏതാണ്ട് നമ്മുടെ അണികളിൽ സജീവമായി കൊണ്ടിരിക്കെ അടുത്ത ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനത്തിന് ഇന്ന് തിരികൊളുത്തുകയാണ്. നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രതിപാദിക്കേണ്ട ഭീകരതയും വർഗീയതയും തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. അത് പൊതുസമൂഹത്തോടുള്ള നമ്മളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ് അതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ഇന്ന് നാം തുടക്കം കുറിക്കുന്ന ഈ മതം, പ്രമാണവും യുക്തിയും എന്നുള്ള വിഷയം തികച്ചും ആദർശപരമായ നമ്മളുടെ മറ്റൊരു മുഖത്തുള്ള പ്രവർത്തനമാണ്. ഈ പ്രവർത്തനവും നമ്മുടെ കീഴ്ഘടകങ്ങളിലേക്ക് വളരെ സജീവമായി എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പദ്ധതികൾക്കാണ് സംസ്ഥാന സമിതി രൂപം നൽകി വരുന്നത്. ഇതിന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചെറിയ ബുക്ക്ലെറ്റ്, ലഘുലേഖ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മൾ പുറത്തിറക്കും. അതുകൊണ്ട് നാം എല്ലാ കീഴ്ഘടകങ്ങളിലും സജീവമായ സ്ക്വാഡ് പ്രവർത്തനങ്ങളും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ കാഴ്ചപ്പാടും വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ഈ സദസ്സിനെ അറിയിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില സാമ്പിളുകളാണ് ഇന്നിവിടെ പിന്നാലെ പ്രഭാഷണങ്ങളായി വരാനിരിക്കുന്നത് എന്നും നിങ്ങളെ ഉണർത്തുന്നു. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് നാം ചിന്തിക്കുന്നു അല്ലെങ്കിൽ കാൽ വയ്ക്കുന്നു എന്നുള്ളതിന് ഒരൊറ്റ വാചകം മാത്രം ഞാൻ പറയാം. നേരത്തെ UP യഹിയ ഖാൻ അതിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഇന്ന് പൊതുവെ ന്യൂ ജനറേഷന്റെ യുഗമാണ്. എന്ന് വെച്ചാൽ പൂർവികന്മാരായ ആളുകളെ പഴഞ്ചന്മാരായി കാണുകയും അവർക്കൊന്നും അത്രയൊന്നും ബുദ്ധിയും വിവേകവും ഒന്നുമില്ല എന്നുള്ള നിലയിൽ പരാമർശിക്കുകയും ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചെയ്യുന്നതും മാത്രമാണ് ശരി എന്നുള്ള രൂപത്തിൽ പുതിയ തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ മുജാഹിദുകൾ എന്ന് പറയുന്ന വിഭാഗങ്ങളിലും ഇതുപോലെ ന്യൂ ജനറേഷൻ മുജാഹിദുകളെ കുറെ അധികം കാണാൻ സാധിക്കുന്നുണ്ട്. അവരും ഈ പറയുന്ന അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കാറുള്ളത്. പൂർവികരായ പണ്ഡിതന്മാരെ അവർക്കറിയില്ല, അവർക്ക് പരിചയമില്ല. ആരാണ് ഇതിനു വേണ്ടി ത്യാഗം അനുഭവിച്ചത് അവർക്കറിയില്ല. തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയത് ആരാണ് അവർക്കറിയില്ല.
അവർ പുതിയതായി കാണുന്ന കുറെ കാര്യങ്ങൾ അത് ചിലപ്പോൾ മുഷ്ടി ചുരുട്ടലായിരിക്കും, അല്ലെങ്കിൽ വിരല് കറക്കലായിരിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാത്രം ഊന്നിയെടുത്തുകൊണ്ട് ഇതൊന്നും ചെയ്യാത്തവർക്ക് മതം അറിയില്ല എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ തലമുറയിലെ പണ്ഡിതന്മാരെ നിഷ്കരുണം നിർദ്ധയം അവഹേളിക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന ആ ന്യൂ ജനറേഷൻ മുജാഹിദുകൾ എന്ന് പറയുന്ന അവരുടെ ആ നീക്കങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പൂർവികരായ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് വഴികാണിച്ചു തന്ന പാതയിൽ ആ മാർഗത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എന്ന് കൃത്യമായി അവരെ അളന്നു മുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രമേയം, ഒരു ക്യാപ്ഷൻ മുന്നിൽ വെച്ചുകൊണ്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ആമുഖമായി അതുമായി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് വിഷയാധിഷ്ഠിതമായ കാര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അഥവാ വർഗീയതയും തീവ്രവാദവും. അത് ആ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ഇവിടെ മുൻ പ്രാസംഗികന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും അത് മതവുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല. മതത്തിന് ഒരിക്കലും അതിനാ ഒരു മുഖം നൽകാൻ നമുക്ക് കഴിയുകയുമില്ല. തീവ്രവാദം എപ്പോഴെല്ലാം സമൂഹത്തിൽ വേരോട്ടം തുടങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിൻ്റെതായ കണക്കിന് നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. കേരളീയ സമൂഹത്തിൽ എല്ലാ ജനവിഭാഗങ്ങളിലും ഇന്ന് കാണുന്ന ഈ സർവതോന്മുഖമായ പുരോഗതിക്കും കാരണം ഈ കേരളീയ സമൂഹത്തിൽ വന്നുപോയ നവോത്ഥാന നായകന്മാരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാ ജനസമൂഹങ്ങളിലും ആ ഒരു അവബോധമുണ്ടാവുകയും ജനങ്ങൾ മുന്നോട്ട് പോവുകയും വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി എന്ന് വേണ്ട എല്ലാ രംഗങ്ങളിലും ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ ജനസമൂഹങ്ങൾ എത്താനുണ്ടായ കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ അധ്വാനിച്ച നവോത്ഥാന നായകന്മാരാണ്. ആ നവോത്ഥാന നായകന്മാർ സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ച പല കാര്യങ്ങളും വിവേചനത്തിന്റെയും അതുപോലെ തന്നെ അസഹിഷ്ണുതയുടെയും പേരിൽ ഇന്ന് കളഞ്ഞു കുളിക്കുന്ന ഒരു ദുരവസ്ഥ ഏറ്റവും അവസാനമായി നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര, അതിന്റെ പേര് സമത്വ മുന്നേറ്റ യാത്ര എന്നാണ്. അത് എന്ത് സമത്വമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത്രമാത്രം വർഗീയമായ കാഴ്ചപ്പാടുകൾ ആൾരൂപം പൂണ്ടതായിരുന്നുവോ ആ യാത്ര നയിച്ച ആള് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിന് കാരണം മനസ്സിലുള്ള അസഹിഷ്ണുതയാണ്. അസഹിഷ്ണുത ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ആ ഭരണഘടന അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പലരുടെയും അസഹിഷ്ണുത വേണ്ട വിധത്തിൽ ഏശാതെ പോയത്. എന്നിരുന്നാലും ഭിന്നിപ്പിച്ച് കാര്യങ്ങൾ നേടുക എന്നുള്ളിടത്തേക്ക് മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്ന് സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രദേശത്താണ്. മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ മതി എന്താണ് ഒരു സമൂഹം വ്യക്തമായി കാണുന്ന കാഴ്ചപ്പാട് എന്നുള്ളത് തിരിച്ചറിയാൻ. മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരുതരം പ്രയാസമാണ്. അത് ചുവപ്പ് പുറത്തുള്ള അകത്ത് കാവിയുള്ള ആളുകളായിരുന്നാലും ശരി, പുറത്ത് കാവിയും അകത്ത് ചുവപ്പുമുള്ള ആൾക്കാരായിരുന്നാലും ശരി, എല്ലാവരുടെയും നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത്തരം അസഹിഷ്ണുതാപരമായ കാര്യങ്ങളാണ്. വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് വിജയിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ അത് മലപ്പുറം ജില്ലയിലാവുമ്പോൾ ആ കുട്ടികൾ കോപ്പി അടിക്കുന്നവരായി മാറും. അതുപോലെ തന്നെ ഉന്നതമായ ഒരു കലാലയത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വരും പ്രതികരണം. എന്തു പറഞ്ഞുകൊണ്ട്? അദ്ദേഹത്തിന് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്
ഈ അടുത്ത ദിവസങ്ങളിൽ നാം വായിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. ഈ രൂപത്തിലുള്ള ചർച്ചകൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയിൽ ഈ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ് എന്നും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നും എങ്ങനെ അദ്ദേഹം ഇതിന്റെ തലപ്പത്തെത്തി എന്നും ഒക്കെ ഉള്ളത് നമുക്കറിയാം. ഇതാണ് മുസ്ലിമീങ്ങളുടെ കാഴ്ചപ്പാട്. ഏത് രംഗത്തും അവർക്ക് ആ ജാതി വിഭാഗീയമായ വർഗീയമായ ചിന്താഗതികൾ ഒരിക്കലും അവരെ വേട്ടയാടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ വർഗീയത അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവർക്കറിയാം. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി അടരാടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി മരിച്ചു വീഴുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെയുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ശരിയാവണ്ണം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് വർഗീയവാദിയാകാൻ കഴിയില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വർഗീയതയും ഭീകരവാദവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം എത്തിച്ചേരുന്നു എന്നുള്ളത് ചിന്തിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അതാണ്. വടക്ക് നിന്ന് തെക്കോട്ട് ഒരു യാത്ര നടത്തി വിഷം വമിപ്പിക്കുന്ന നിലയിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നല്ല നിലയിൽ ഇടതൂർന്ന് അല്ലെങ്കിൽ ഏറ്റവും ഇടപഴകി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെ തമ്മിൽ അകറ്റുന്ന നിലയിലുള്ള പരാമർശങ്ങൾ പോലും നടത്തി. എന്തിനധികം 2 മനുഷ്യജീവനുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു മനുഷ്യൻ കൂടി അതിൽ മുങ്ങി മരിച്ചപ്പോൾ ആ മനുഷ്യന് എന്തെങ്കിലും കൊടുക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോൾ, സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അത് മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് പറയാൻ പോലും മടി കാണിക്കാത്ത നിലയിലുള്ള അസഹിഷ്ണുത നമ്മുടെ രാജ്യത്തും പടർത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം. ഒരു ഭാഗത്ത് നമ്മളത് വായിക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് എന്താണ്? ആ മനുഷ്യൻ നൗഷാദ് എന്ന് പറയുന്ന കോഴിക്കോട് ആ മാൻഹോളിൽ അകപ്പെട്ട 2 ഹിന്ദുക്കളായ സഹോദരന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് മരണപ്പെട്ടുപോയ നൗഷാദിനെ കുറിച്ച് പറഞ്ഞത് വേറൊരു ടീച്ചർ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചത് അത് മണ്ടത്തരമായിരുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള ഈ രൂപത്തിലുള്ള വിലയിരുത്തലുകൾ ഏറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് ലക്ഷ്യം വളരെ വ്യക്തമാണ്. കേരളീയ സമൂഹം നവോത്ഥാന നായകന്മാരാൽ ലഭ്യമായ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സൗഹാർദ്ദതയുടെയും മാർഗത്തിൽ അണിചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിൽ വിള്ളലുണ്ടാക്കി ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമം തിരിച്ചറിയാൻ ഈ നാട്ടിലെ ഏത് മനുഷ്യനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് വന്നത്, ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ആ നവോത്ഥാന നായകന്മാർ നമുക്ക് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള വർഗീയമായ വിഭാഗീയമായ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ച കുറെ സന്ദേശങ്ങളുണ്ട്. അതെന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും വേണ്ടില്ല, മനുഷ്യൻ നന്നായാൽ മതി. മതദ്വേഷം വിദ്വേഷവും അതുപോലെ തന്നെ മറ്റു നിലയിലുള്ള ചിന്താഗതികളൊന്നുമില്ലാതെ എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഇങ്ങനെയുള്ള ഒരുപിടി സന്ദേശങ്ങൾ രാജ്യത്തിന് നൽകിയ ഒരു മഹാവ്യക്തിയുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന മുസ്ലിം സമൂഹത്തിന് അന്യായമായി എന്തൊക്കെയോ വാരിയെടുക്കുന്നു എന്നുള്ള നിലയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി ആ രൂപത്തിലുള്ള കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിച്ച് മുസ്ലിം സമൂഹത്തെയും ഇവിടെ സ്നേഹത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് മതസമൂഹങ്ങളെയും തമ്മിൽ തല്ലിക്കുവാനും അകറ്റുവാനുമുള്ള ഗൂഢശ്രമം വളരെ ആസൂത്രിതമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിനുണ്ട്. അത് ഏത് രംഗത്ത് ഏത് കാലത്തും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത ആ പ്രസ്ഥാനം തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക തന്നെ ചെയ്യും, അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യും. കാരണം ഇവിടെ സമാധാനം നിലനിൽക്കണം. മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടായിക്കൂടാ, മതത്തിന്റെ പേരിൽ സംഘടനകൾ ഉണ്ടായിക്കൂടാ. മതം സമാധാനത്തിന്റെയും അതുപോലെ തന്നെ സഹിഷ്ണുതയുടെയും സൗഹാർദ്ദതയുടെയും ചിഹ്നങ്ങളാണ് സർവ്വമതവിശ്വാസങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ തീവ്രവാദവും വർഗീയതയും
മുഖമുദ്രയാക്കി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതമില്ല, അവർക്ക് മറ്റു നിലയിലുള്ള ചിന്തയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇത് പ്രചരിപ്പിക്കാനും ഇത് വളരുവാനും ഏറ്റവും കൂടുതൽ വഴിയൊരുക്കുന്നത് എന്നുള്ള ഒരവബോധം സമൂഹത്തിനുണ്ടായേ തീരൂ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മനസ്സിൽ വരേണ്ട മറ്റൊരു രംഗമുണ്ട്. അതായത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യം വിവിധ മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന നാട്, ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന നാട്. ഈ നാട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകി ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും തോളോട് തോള് ചേർന്ന് ഒരു തരത്തിലുള്ള വിഭാഗീയതയും വർഗീയമായ ചേരിതിരിവുമില്ലാതെ ജീവിക്കാൻ അങ്ങേയറ്റം യത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം കാഴ്ചപ്പാടിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയെ വലിച്ചു കൊണ്ടുപോകുവാനും അവരുടെ മനസ്സുകളിൽ വർഗീയതയുടെയും ഭീകരതയുടെയും ചില ചിന്തകൾ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നതിന് ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ ചിന്താശൂന്യമായ ചിന്തകൾ ഒരു വഴിവെച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ശിർക്കും കുഫറുമായും പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് ഇത്തരം തീവ്രവാദ ചിന്ത ഇട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടത്തെ പിടിച്ചു മാറ്റിക്കൊണ്ട് ദൈവിക ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതാണ് ഒരു മുസ്ലിമിന്റെ അവസാനം വരെയുള്ള അവന്റെ ബാധ്യത എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ ചേരിയെയും മതേതരത്വ ചിന്തയെയും ഒക്കെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ആ കാഴ്ചപ്പാടിലൂടെ സമൂഹത്തിന്റെ മനസ്സിലേക്ക് മോശമായ ചിന്തകൾ, വർഗീയതയും വിഭാഗീയതയും ഒക്കെ ഇട്ടുകൊടുക്കുകയും ഭരണകൂടത്തിനെതിരെ തന്നെ പണിയെടുക്കുവാനും ആയുധമേന്തുവാനുമുള്ള ആഹ്വാനം നൽകുകയും ചെയ്ത ആ കാഴ്ചപ്പാട്, ആ അക്ഷരങ്ങൾ ഇന്നും മായ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ആ സന്ദർഭത്തിലൊക്കെ തന്നെ മതേതരത്വത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിന്റെ ജനാധിപത്യത്തിനും മതേതര പുരോഗതിക്കും വേണ്ടി അങ്ങേയറ്റം യത്നിക്കാൻ ആഹ്വാനം ചെയ്ത് മുന്നോട്ട് നീങ്ങിയ ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വികലമായ പല കാര്യങ്ങളും ആരോപിക്കുകയും എന്നിട്ട് സമൂഹത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ കാലം ഏറെ പിന്നിട്ടാണ് എങ്കിലും ഇപ്പോഴെങ്കിലും മതേതരത്വം അത് ഒരിക്കലും ദൈവിക വിശ്വാസത്തിന് എതിരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയും വളരെ അങ്ങേയറ്റം ഒരു വേള നമ്മൾ അങ്ങനെ ഒരു പ്രസ്ഥാനമോ ഒരു പാർട്ടിയോ രൂപീകരിച്ചുകൊണ്ട് മത്സര രംഗത്ത് വരികയോ മറ്റുള്ളവർക്കൊരു വഴിമുടക്കായി മാറുകയോ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഇവരൊക്കെ പ്രത്യേക പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വഴിമുടക്കികളായി മതേതരത്വത്തിന്റെ കപ്പലിൽ ഓട്ടയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം വരച്ചു കാണിച്ച ആ പാതയിലൂടെ നീങ്ങാൻ നേരത്തെ ഹുസൈൻ മടവൂരിലൂടെ സൂചിപ്പിച്ചതുപോലെ പലരും മുന്നോട്ട് വരുമ്പോൾ ഈ രംഗത്തും ഒരു വഴികാട്ടിയായി മാറാൻ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് തുടരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് പിന്നീട് അവരെ വർഗീയവാദികളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിനുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ വശം, മറുവശത്ത് ഇപ്പോഴത്തെ ഹൈന്ദവ ഭീകരതയും തീവ്രവാദവും അതിൻ്റെതായ രൂപത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു മതവും തീവ്രവാദവും ഭീകരവാദവും പഠിപ്പിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹിന്ദുമതവിശ്വാസികൾ ഒരിക്കലും തീവ്രവാദികളല്ല. ഇവിടെ കേരളീയ സമൂഹത്തിൽ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിഭാഗം ഹൈന്ദവ മതവിശ്വാസികളും മതേതരത്വത്തിലും അതുപോലെ തന്നെ സഹിഷ്ണുതയിലും
അങ്ങേയറ്റം താല്പര്യമുള്ള ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന അത്തരം ആളുകളിൽ നിന്ന് വളരെ ന്യൂനപക്ഷമായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രേരണയോ പിന്തുണയോ നൽകിപ്പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ അത് ഈ നാടിന്റെ നന്മയ്ക്ക് പ്രയാസമുണ്ടാക്കി തീർക്കുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം എന്നും അടിവരയിട്ട് പറയുന്നത് പോലെ തീവ്രവാദം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. തീവ്രവാദം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് മാത്രമല്ല, തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുപോയി കൂട്ടുന്ന വിവേചനത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ ഭരിക്കുന്നവർ തയ്യാറാകണം. ഇവിടെ ഒരു തെറ്റ്, ഒരു ഇരട്ട നീതി പലപ്പോഴും നമ്മളുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരികയാണ്. ആ ഇരട്ട നീതി കാണുമ്പോൾ എടുത്തു ചാടുന്നവർ എടുത്തു ചാടുന്ന അവസ്ഥ. ഒരിക്കലും നമ്മൾ അസഹിഷ്ണുതയെ അസഹിഷ്ണുത കൊണ്ട് നേരിടേണ്ടവരല്ല. അസഹിഷ്ണുതയെ സഹിഷ്ണുത കൊണ്ട്, സംയമനം കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തുകയും വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണെന്നുള്ള ബോധം ഓരോ മുസ്ലിം മതവിശ്വാസിക്കും ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാൻ, ഈ വിവേചനത്തിന്റെ ഈ പോക്ക് അതിന് മൂക്ക് കയറിടാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം. വിഷം വമിപ്പിക്കുന്ന ഒരു പ്രസ്താവന ഒരു മുസ്ലിം നാമധാരിയുടെ നാവിൽ നിന്നുണ്ടായാൽ അദ്ദേഹത്തിന് ഉടനെ തന്നെ, ആ വ്യക്തിക്ക് ഉടനെ തന്നെ കാരാഗ്രഹം നിശ്ചയിക്കുകയും മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നമുണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചിന്താധാര അറിഞ്ഞോ അറിയാതെയോ ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ എടുത്തെറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഇതിനെ നേരായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷേ തീവ്രവാദത്തിലേക്ക് ചാടലല്ല അതിന് പരിഹാരം എന്നുള്ളതാണ് നമുക്ക് ഈ സമൂഹത്തോട് തുറന്നു പറയേണ്ട കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. തീവ്രവാദവും വർഗീയതയും ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ പരസ്പരമുള്ള ചർച്ചകളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മാർഗങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ആ നല്ല നാളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ആരും എത്തിപ്പെടാതിരിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നാം ഈ ക്യാപ്ഷന്റെ പിന്നിൽ ഇതിനേക്കാൾ വളരെ ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഇതിനപ്പുറം കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ഇതിന്റെ ഈ ചർച്ചകൾ നമ്മുടെ കേരളത്തിലുടനീളം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. തീവ്രവാദവും വർഗീയതയും കുറിച്ചുള്ള ചർച്ചകൾ അത് കൂടുതൽ സജീവമാക്കുകയും നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതിന് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന ആ സേവനം മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുകയും നല്ല നിലയിൽ ജീവിച്ചു മുന്നോട്ടു പോകാൻ തൗഫീഖ് നൽകുകയും സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം എന്നും മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിയും ശാന്തിയും എന്നെന്നും നിലനിൽക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.